ഓണ പരീക്ഷയ്ക്ക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണാൻ പോകുന്ന, നമ്മൾ എഴുതാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് സന്തോഷപൂർവ്വം റിജി സാർ നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും എജു ബോർഡിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഏതാണ് ആ ചോദ്യം അല്ലേ? നമുക്ക് നേരെ ചോദ്യത്തിൽ പോവാം. നമ്മൾ കാണാൻ പോകുന്ന ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The last subshell of an element is 3p. It has 3 electrons. Write the complete electronic configuration of the element. Identify period and group of the element. ഒരു മൂലകത്തിന്റെ അവസാന സബ്ഷെൽ 3p ആണ്. ഇതിൽ 3 ഇലക്ട്രോൺസുകൾ ഉണ്ട്. മൂലകത്തിന്റെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. മൂലകത്തിന്റെ പീരീഡ് ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞ് എഴുതുക. ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പീരീഡിന്റെയും ബ്ലോക്കിന്റെയും ഗ്രൂപ്പിന്റെയും ഐഡന്റിഫിക്കേഷൻ. അഥവാ പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും നമ്മളോട് ചോദിക്കാത്ത ഒരൊറ്റ ഓണം എക്സാം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണും. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ, അതിന്റെ പിന്നിലെ ട്രിക്കുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. മക്കളെ ഇവിടെ നോക്കൂ. ദ ലാസ്റ്റ് സബ്ഷെൽ ഓഫ് ആൻ എലമെന്റ് ഈസ് 3p. അല്ലെ, ഏറ്റവും അവസാനത്തെ സബ്ഷെൽ ഏതാണ്? 3p ആണ്. ആ 3pയിൽ എത്ര ഇലക്ട്രോൺസുകൾ ഉണ്ട്? 3 ഇലക്ട്രോൺസുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അല്ലെ, 3 ഇലക്ട്രോൺസ് അവസാനത്തെ 3p. നമുക്കൊന്ന് എഴുതി നോക്കാം. അവസാനത്തത് 3p ആണ്. അല്ലെ, ഇതിന്റെ അകത്ത് 3 ഇലക്ട്രോൺസുകൾ ഉണ്ട്. അപ്പൊ എവിടെയാ 3 ഇലക്ട്രോൺസ് മാർക്ക് ചെയ്യേണ്ടത്? ഇലക്ട്രോൺസുകൾ മുകളിലാണ് മാർക്ക് ചെയ്യേണ്ടത്. 3 ഇലക്ട്രോൺസ്. ഇനി 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് മുകളിൽ ഇടുക. ഇലക്ട്രോൺസുകളുടെ കംപ്ലീറ്റ് എണ്ണവും നമ്മൾ സൂചിപ്പിക്കേണ്ടത് മുകളിലാണ്. അറിയാത്തവരുടെ പഠിച്ചു വെക്കണം കേട്ടോ. മുകളിലുള്ള നമ്പർ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോൺസുകളുടെ എണ്ണമാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ്സ്. അല്ലെ, മൂലകത്തിന്റെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. വളരെ ഈസി ആയിട്ട് എൻ്റെ പൊന്നുമക്കൾ പഠിച്ചു വെച്ചത് നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇതാ നോക്കൂ മക്കളെ, 3p3 അവസാനത്തത് തന്നിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പൂരിപ്പിക്കാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇതാ നോക്കൂ, 1s2, 2s2, 2p6, 3s2 ആൻഡ് 3p3. 3p3 ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫില്ല് ചെയ്ത് ഓരോന്നും ഓരോ സബ് ഷെല്ലിൽ നിന്ന് നിറച്ച് പോയാൽ മതി. ഏറ്റവും അവസാനത്തെ ഷെല്ല് എന്ന് അല്ലെങ്കിൽ സബ് ഷെല്ല് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വേർഡിലായിരിക്കും. ഔട്ടർ മോസ്റ്റ് സബ് ഷെൽ എന്നും പറയാറുണ്ട്. ഇതും നിങ്ങളെ മൈൻഡിൽ വേണം. ഔട്ടർ മോസ്റ്റ് സബ് ഷെൽ, മലയാളത്തില് ഇതിനെ ബാഹ്യതമ സബ്ഷെൽ എന്നും പറയാറുണ്ട്. ഈ 2 വേർഡും നിങ്ങൾ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ശ്രദ്ധിക്കുക, മലയാളക്കാർ മലയാളം ശ്രദ്ധിക്കുക. അപ്പോൾ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ആളെയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ദ ലാസ്റ്റ് അല്ലെങ്കിൽ അവസാന സബ്ഷെൽ എന്നതിന് പകരം ബാഹ്യതമ സബ്ഷെൽ എന്നും തരും, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്നും തരും. രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മളെ ഒന്നാമത്തെ ആൻസർ ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ 1 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ മാർക്ക് നമ്മൾ വാങ്ങാൻ പോവുകയാണ്. ഐഡന്റിഫൈ പീരീഡ് ഗ്രൂപ്പ് ഓഫ് ദി എലമെന്റ്സ്. പീരീഡും ഗ്രൂപ്പും തിരിച്ചറിയുക. ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളൊന്നാണ് ഞാൻ ആദ്യമായി പറഞ്ഞു, പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും നിർണ്ണയിക്കുക. അല്ലെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അവസാനത്തെ ആളെ എങ്ങ് എടുക്കുക, ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിനെ എങ്ങ് എടുക്കുക. അല്ലെ, ബാഹ്യതമ സബ്ഷെല്ലിനെ എങ്ങ് എടുക്കുക. എന്നിട്ട് കണ്ണ് തുറന്നൊന്ന് നോക്കുക എന്തൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളതെന്ന്. ഇവിടെ 3 ഉണ്ട്, അപ്പുറത്ത് p ഉണ്ട്, മുകളിൽ 3 ഉണ്ട്. ഇനി മക്കൾ മനസ്സിലാക്കണ്ട, റിജു സാറിന്റെ ഒരു സ്പെഷ്യൽ കോഡ് നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് പബ്ജി എന്ന് ഓർക്കുക. യെസ്, എന്താണ് മക്കളെ? പബ്ജി. നമ്മൾ ലൈവിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പബ്ജി എന്ന് ഓർക്കുക. ഇപ്പുറത്തുള്ള നമ്പർ പീരീഡ് ആയിരിക്കും, അപ്പുറത്തുള്ള ബ്ലോക്ക് ആയിരിക്കും, മുകളിലുള്ളത് ഗ്രൂപ്പ് ആയിരിക്കും. മറന്നു പോകരുത് കേട്ടോ. ഇവിടെ ഉള്ളത് പീരീഡ്, ഇവിടെ ഉള്ളത് ബ്ലോക്ക്, മുകളിലുള്ള ഗ്രൂപ്പ്. മക്കളെ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എഴുതാൻ പോവാണ് കേട്ടോ. ഇതിന്റെ ഏതൊക്കെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്? പീരീഡ് ആൻഡ് ഗ്രൂപ്പ്. അല്ലെ, പീരീഡിന് ഞാൻ p എന്നിട്ടു, അല്ലെ, ഗ്രൂപ്പിന് ഞാൻ g എന്നിട്ടു. അല്ലെ, നോക്കൂ മക്കളെ, പീരീഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ്. ബ്ലോക്കിൽ ചോദിച്ചിട്ടില്ല എങ്കിലും നമുക്ക് ബ്ലോക്ക് കൂടി ഇതിൽ എഴുതി വെക്കാം. നമ്മുടെ പബ്ജി മറന്നു പോകരുത്, പബ്ജി കേട്ടോ. ഓക്കെ, ബ്ലോക്ക് ചോദിച്ചിട്ടില്ല, പീരീഡും ഗ്രൂപ്പും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബ്ലോക്ക് നമ്മൾ ഇതിന്റെ അഡീഷണൽ ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ? ഇതാ ഈ 3 എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ 3 എന്ന് പറയുന്നത് പീരീഡ് ആണ്.
ഈ പി എന്ന് പറയുന്നത് ബ്ലോക്ക് ആണ്, പബ് മുകളിലുള്ളത് ഗ്രൂപ്പ് ആണ്, പബ്ജി. കേട്ടോ, ഇതേ ഫോർമാറ്റിൽ തന്നെ മക്കൾ പഠിച്ചു വെക്കണം, പബ്ജി. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ളത് പീരീഡ് ആണ്. പീരീഡ് എത്രയാണ്? ദാ നല്ല വണ്ടക്കശരത്തിൽ എഴുതി വെക്കുക, 3. ഇനി ഗ്രൂപ്പ് എത്രയാണ്? ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3 എന്ന് എഴുതി വെക്കരുത്. കാരണം അതിന്റെ കാരണമാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. വെറുതെ ചാടിക്കേറി 3 എന്ന് ഗ്രൂപ്പ് എഴുതി വെക്കരുത്. കാരണം ഇവിടെയുള്ള ബ്ലോക്ക് ഏതാണെന്ന് നോക്കണം. ബ്ലോക്ക് പി ആണ്. പി വരുന്ന സമയത്ത് പഠിച്ചു വെച്ചോളം, മനസ്സിലാട്ടി ഉറപ്പിച്ച് പഠിച്ചോളം. ബ്ലോക്ക് പി വരുന്ന സമയത്ത്, ബ്ലോക്ക് പി വരുമ്പോൾ മാത്രം, ബ്ലോക്ക് പി വരുന്ന സമയത്ത് ഗ്രൂപ്പിനോട് കൂടി 12 ചേർക്കുക. ഓക്കെ, ഏതാണ് പി ബ്ലോക്ക് വരുന്ന സമയത്ത്? ഇവിടെ പി ബ്ലോക്ക് പി ആണ്, അതുകൊണ്ട് ബ്ലോക്ക് നമ്മൾ തിരിച്ചറിയണം അല്ലെ. ബ്ലോക്ക് പി വരുന്ന സമയത്ത് ഗ്രൂപ്പിനോട് കൂടി 12 ചേർക്കുക. അപ്പൊ എങ്ങനെയാ വരിക മക്കളെ? 12 + 3 ദാറ്റ് ഈസ് 15ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. മനസ്സിലായല്ലോ? പി ബ്ലോക്ക് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ 12 ഏതിനോട് ചേർക്കാൻ പാടുള്ളൂ? ഗ്രൂപ്പിനോട് ചേർക്കാൻ പാടുള്ളൂ. വേറെ ഒരു സ്ഥലത്തും നമ്മൾ 12 ചേർക്കുന്നില്ല. പി ബ്ലോക്ക് ആണ് വരുന്നതെങ്കിൽ ഗ്രൂപ്പിനോട് കൂടി 12 ചേർക്കുക. ഗ്രൂപ്പിനോട് കൂടി 12. ഇനി ബ്ലോക്ക് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ബ്ലോക്ക് നമ്മളോട് ചോദിച്ചിട്ടില്ല, നമ്മളോട് അഡീഷണൽ ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. ബ്ലോക്ക് ഏതാണ്? പി ആണ്. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. നമുക്ക് വേണ്ടത് ഇത് രണ്ടും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ ഇത് 3 എണ്ണവും ഏതൊക്കെ? എസ് ബ്ലോക്കിന്റെ അല്ലെങ്കിൽ എസ് ബ്ലോക്ക് നിങ്ങളോട് ചോദിക്കാം, പി ബ്ലോക്ക് ചോദിക്കാം, ഡി ബ്ലോക്ക് ചോദിക്കാം. ഈ 3 ഭാഗത്ത് നിന്നും പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും നിങ്ങളോട് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അത് നമ്മളെ ഈ ഓണപരീക്ഷയ്ക്ക് നമ്മൾ കാണും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചെറിയ വിശകലനം നമുക്കൊന്ന് ഇതിന്റെ അകത്ത് എടുക്കാം. ഏതായാലും ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാം. അപ്പൊ ഏറ്റവും ഔട്ടർ മോസ്റ്റില് 3s2 ആണെന്ന് വിചാരിക്കുക, ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 2p3 നമുക്ക് വരാം. ഇനി ഡി ബ്ലോക്കിൽ 3d² ആൻഡ് 3d2 ആൻഡ് 4s2. 3d² അല്ല, 3d2 ആൻഡ് 4s2. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ളതാണ്. നമുക്ക് ഔട്ടർ മോസ്റ്റ് മാത്രമേ കാര്യമുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പബ്ജി കാണുക? പബ്ജി എങ്ങനെയാ മക്കളെ കാണാം? ഇതാ നോക്കൂ മക്കളെ, പീരീഡ് എത്രയാണ്? ഇതാ പീരീഡ് എത്രയാണ്? പീരീഡ് 3. ഇതാ ഇനി ബ്ലോക്ക് ഏതാണ്? എസ്. ഗ്രൂപ്പ് എത്രയാണ്? മുകളിലുള്ള 2. പരിപാടി തീർന്ന്. അപ്പൊ ബ്ലോക്ക് എസ് വരുമ്പോ നമുക്ക് ഒരു പ്രശ്നവുമില്ല, നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലെ. ഇവിടെ ഉള്ള പീരീഡ്, അപ്പുറത്തുള്ള ബ്ലോക്ക് പബ്ജി, പബ്ജി, പബ്ജി അല്ലെ. പീരീഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ്, നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഒന്നും കൂട്ടാനുമില്ല, കുറയ്ക്കാനുമില്ല. ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് കയറാം. ഇവിടെ നമ്മൾ പീരീഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ് അല്ലെ. ഇത് പീരീഡ്, ഇത് ബ്ലോക്ക്, ഇത് ഗ്രൂപ്പ്. പീരീഡ് എത്ര മക്കളെ? 2. ബ്ലോക്ക് ഏതാണ് മക്കളെ? ബ്ലോക്ക് ഏതാണ്? പി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബ്ലോക്ക് പി ആണെങ്കിൽ ഗ്രൂപ്പിനോട് കൂടി 12 ചേർക്കണം. ഒന്നുകൂടി അടിയെ വരയിട്ട് പഠിച്ചോണം. ബ്ലോക്ക് പി ആണെങ്കിൽ ഗ്രൂപ്പിനോട് കൂടി 12 ചേർക്കണം. അപ്പൊ 12, ഇവിടെ ഒരു 12 കൂടി കൊടുക്കാം അല്ലെ. അപ്പൊ 12 + 3 = 15 ആയിരിക്കും. കിട്ടിയല്ലോ? ഇനി അപ്പൊ എസ് ആയി, പി ബ്ലോക്ക് ആയി. എസ് ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ പി ബ്ലോക്കിന്റെ നമ്മൾ ഏകദേശം ഒരു ധാരണയായി. ഇനി ഡി ബ്ലോക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഡി ബ്ലോക്ക് എപ്പോഴും അവസാനത്തെ 2 സബ്ഷെല്ലുകൾ വേണം. 3Dയും വേണം, 4Sഉം വേണം. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും നിർണ്ണയിക്കുന്നത്. അപ്പൊ പീരീഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ്. മക്കളെ ശ്രദ്ധിച്ചോളേ. ഇത് രണ്ടും കണ്ടതുപോലെയല്ല നമ്മൾ ഇത് നിർണ്ണയിക്കാൻ പോകുന്നത്. ഇതാ പീരീഡ് നോക്കിയോളൂ. അല്ല സാർ, ഇവിടെ 3 ഉണ്ട് 4 ഉണ്ട്, ഞങ്ങൾ ഏത് എഴുതണം അല്ലെ? ഇവിടെ 3 ഉണ്ട് 4 ഉണ്ട്. മക്കളെ അതിൽ ഏറ്റവും വലുതങ്ങ് എഴുതിക്കോളി. ഏതാണ് വലുത്? 4 അല്ലെ. 3 ആണോ 4 ആണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4. അപ്പൊ പീരീഡ് ആയി. ഇനി ബ്ലോക്ക് ഏതാണെന്ന് നോക്കൂ. സാർ ഇവിടെ ഡിയും ഉണ്ട് എസും ഉണ്ട്, ഞങ്ങൾ ആര് എഴുതണം? ഡിയും ഉണ്ട് എസും ഉണ്ട്. എസിനേക്കാൾ പവർഫുൾ, ശക്തനാണ് ആര്? ഡി. അയാളെ പേരായിരിക്കും ഡി. ബ്ലോക്ക് ഡി. ഇനി ഗ്രൂപ്പ്. സാർ ഇവിടെ 2 നമ്പർ കാണുന്നുണ്ട്, 2 ഇതിൽ ഏതാ എഴുതുന്നുണ്ട്? നിങ്ങൾ കാര്യം ചെയ്യും, ഇത് 2 കൂടി കൂട്ടി അങ്ങോട്ട് എഴുതിക്കോളി. 2 + 2 4 കേട്ടോ. ദാറ്റ്സ് ഓൾ. അപ്പൊ എസ് ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പഠിച്ചു. പി ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. അതേപോലെ തന്നെ ഡി ബ്ലോക്ക് 3 സ്റ്റൈലാണ്. ഇത് കൃത്യമായിട്ട് മക്കൾ അനലൈസ് ചെയ്ത് പഠിക്കണം. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇതിൻ്റെ അകത്തുള്ള നമ്പർ അങ്ങോട്ട് എഴുതിയാൽ മതി. പി ബ്ലോക്ക് എഴുതുമ്പോൾ ഗ്രൂപ്പിനോട് കൂടി 12 ചേർക്കുക എന്നുള്ള ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏത് വരുമ്പോൾ? പി ബ്ലോക്ക്. ഡി ബ്ലോക്ക് വരുമ്പോൾ അവസാനത്തെ 2 സബ്ഷെല്ലുകൾ നമ്മൾ മൈൻഡിലേക്ക് വെക്കണം. എന്നിട്ട് ഇതിലേതോ വലുത് അല്ലെ, 3 ആണോ 4 ആണോ വലുത്? 4. ബ്ലോക്ക് ഡി ആണോ എസ് ആണോ എന്ന് ചോദിക്കണ്ട. എസിനെക്കാട്ടിലും പവർഫുൾ ആണ് പി, പിന്നേക്കാളും പവർഫുൾ ആണ് ഡി അല്ലെ. പി ഡി അല്ലെ. അപ്പൊ ഡി ആണോ എസ് ആണോ വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ആണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്.
ഇനി ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു നമ്പർ എഴുതിയാൽ പോരാ, രണ്ടും കൂടി കൂട്ടിയ നമ്പർ അയക്കണം. അവസാനത്തെ 2 സബ്ഷെല്ലുകൾ പരിശോധിച്ചിട്ടാണ് നമ്മൾ ഡി ബ്ലോക്കുകളെ കാണുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ കൃത്യമായിട്ട് ഇത് 3ഉം അനലൈസ് ചെയ്തോളൂ. ഉറപ്പായിട്ടും നിങ്ങൾ കെമിസ്ട്രി പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന, ഉറപ്പായിട്ടും 100ൽ 1000% ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, പീരീഡും ബ്ലോക്കും ഗ്രൂപ്പും കണ്ടുപിടിക്കാനില്ലാത്ത ഒരു ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷനെ പറ്റി നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻസ്, ഗുഡ് ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.